വിശുദ്ധമായ മഹനീയമായ ഈ പെരുന്നാൾ ദിനത്തിൽ പാട്ടും പറച്ചിലുമായി ഇതാ കുറേ കുട്ടിത്താരങ്ങൾ, ഭാവിയിലെ നമ്മുടെ നാടിൻ്റെ, നമ്മുടെ പ്രദേശത്തിൻ്റെ വാഗ്ദാനങ്ങളായ ഒരുപാട് വളർന്നു വരുന്ന യുവപ്രതിഭകൾ നിങ്ങളുടെ മുന്നിൽ കുറേ പാട്ടുകളുമായിട്ട് ഈ ദിനത്തിൽ പെരുന്നാളിനെ ഓർമ്മിപ്പിക്കുന്ന, കഴിഞ്ഞുപോയ കടന്നുപോയ റംസാൻ ദിനങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കുറേ പാട്ടുകളുമായിട്ട് പാട്ടും പറച്ചിലും എന്ന ഈ പരിപാടിയിൽ ഒത്തുകൂടുകയാണ്. ടീച്ചറെ, കുട്ടികളല്ലേ അല്ലേ? പഠിപ്പിക്കുന്ന കുട്ടികളല്ലേ? പഠിപ്പിക്കുന്ന കുട്ടികളാണ് എല്ലാവരും. ഈ പെരുന്നാൾ ദിനത്തിൽ നമ്മളെ കുട്ടികളുടെ കഴിവുകൾ, അവർ വളർന്നു വരുന്ന ഒരു തലമുറയാണ്. അവരിലുള്ള ആ കഴിവുകളെ നമ്മുടെ പ്രേക്ഷകർക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ധാരാളം കുട്ടികൾ പാടി വരുന്ന നമ്മുടെ കാലഘട്ടമല്ല അല്ലേ? നമ്മുടെ ഒരു കാലത്തെ പോലെയല്ല. ഒരുപാട് പ്രതിഭകൾ. പണ്ടൊക്കെ ഇവിടെ ഒരു പ്രദേശത്ത് ഒരു പാട്ടുകാരനോ ഒരു പാട്ടുകാരിയോ ഉണ്ടെങ്കിൽ പിന്നെ അവിടുന്ന് മൈലുകൾ താണ്ടി പോയാലാണ്, അത് തിരൂരിൽ നിന്ന് കോഴിക്കോട് എത്തിയാലാണ് പിന്നെ ഒരു പാട്ടുകാരനെയോ പാട്ടുകാരിയെ കാണുക. തീർച്ചയായിട്ടും. ഇപ്പോൾ ആ ഒരു ദൂരത്തിൻ്റെ ഇടയിൽ ഇന്നൊരു വീട്ടിൽ തന്നെ ധാരാളം പാട്ടുകാരാണ്. സൗകര്യങ്ങളുണ്ട് അവർക്ക്, കരോക്കയിൽ പാടി പ്രാക്ടീസ് ചെയ്യാനും അങ്ങനെ അല്ലേ? അതിനൊക്കെ സൗകര്യം. നമ്മളൊക്കെ പാടുന്ന കാലത്ത് വീട്ടിൽ നിന്ന് പോലും കുടുംബത്തിൽ നിന്ന് പോലും, പ്രത്യേകിച്ച് എന്നെപ്പോലെ നിങ്ങളെപ്പോലുള്ള ആളുകൾക്കല്ല, ലേഡീസിന് വളരെ പരിമിതമായിട്ടുള്ള സാഹചര്യത്തിൽ നിന്നാണ് നമ്മളൊക്കെ ഈ ലോകത്തെ കടന്നു വന്നത്. അപ്പോൾ പാട്ടിലേക്ക് പോവാം അല്ലേ? ആദ്യത്തെ പാട്ട് റഹ്മത്തിൻ മാസം റമദാൻ വിശേഷം. കടന്നുപോയ റമദാനെ ഓർമ്മിക്കുന്ന വരികളായിട്ട് ഏവിക്കയുടെ പാട്ടാണ് അല്ലേ? ഏവിക്കയെ എങ്ങനെ ഓർക്കാൻ കഴിയും? ഏവിക്കയെ കുറിച്ച് പാട്ടിലൂടെ മാത്രമേ എനിക്ക് ഓർക്കാൻ കഴിയുള്ളൂ. കാരണം ഏവിക്കയുടെ കൂടെ ഒരു പാട്ട് പാടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല. പക്ഷെ മകളും ഫാമിലിയായിട്ട് നല്ല സൗഹൃദത്തിലാണ്. പക്ഷെ ആ ഒരു സങ്കടം ഏവിക്കയുടെ പാട്ട് കേൾക്കുമ്പോൾ എനിക്കൊരുപാടുണ്ട്. അതെൻ്റെ കുട്ടികളിലൂടെ പാടി കേൾക്കുകയാണ് ഞാൻ. ഏവിക്കയുടെ കൂടെ കുട്ടിയായിട്ട് ഒരുപാട് കാലം പാടാൻ കഴിഞ്ഞ ഒരു പാട്ടുകാരനാണ് ഞാൻ. ഒരുപാട് കാലം എന്നെ വീട്ടിൽ വന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ഏവിക്ക. അന്ന് കത്തെഴുതുക അല്ലെങ്കിൽ ഫോൺ ചെയ്യുക ഒന്നുമില്ലല്ലോ, സൗകര്യങ്ങളൊന്നുമില്ല. വീട്ടിൽ വന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു സാധാരണ ഒരു സാധു മനുഷ്യൻ. ഞാൻ മനുഷ്യൻ എന്ന് മാപ്പിളപ്പാട്ട് രംഗത്ത് പറഞ്ഞു കൊടുക്കില്ല രണ്ടുപേരെ കുറിച്ചാണ് കുട്ടികൾക്ക്. ഒന്ന് MP ഉമ്മർ കുട്ടിക്ക, ഒന്ന് AV മുഹമ്മദ് ക. അത് കഴിഞ്ഞേ അവരുടെ പാട്ടുകളുള്ളൂ, അത് കഴിഞ്ഞേ പാട്ടുകാരും ഉള്ളൂ മാപ്പിളപ്പാട്ട് രംഗത്ത്. അതാണ് അതിൻ്റെ സത്യമായ കാര്യങ്ങൾ. അപ്പോൾ ബാബുക്കയാണ് ധാരാളം പാട്ടുകൾക്ക് ഏവിക്കയ്ക്ക് സൗഹൃദമായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. എത്രയോ തിരക്കുള്ള ബാബുരാജ് എന്ന സംഗീത സംവിധായകൻ ഏവിക്ക മദിരാശിയിലെത്തിയാൽ ഓടിച്ചെന്ന് കൂട്ടുകാരോട് പറയും, എത്ര AV വന്നിട്ടുണ്ട്, ഇനി പരീക്ഷയില്ലാന്ന്. കാരണം അപ്പോൾ ചുരുങ്ങിയത് പാട്ടിന് ഈണം എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ശരിയാക്കി കൊടുത്ത് മ്യൂസിക് ഇട്ട് കൊടുത്ത് ഓർക്കസ്ട്രക്കാരെ ഏൽപ്പിച്ചിട്ട് നന്നായി വായിച്ചു കൊടുക്കട്ടാന്ന് പറഞ്ഞ് ബാബുക്ക് അപ്പുറത്തേക്ക് ഓടും. സിനിമയുടെ തിരക്കുള്ള കാലത്ത് അത്ര സൗഹൃദമായിരുന്നു. അത് ഏവിക്കയുടെ ഭാഗ്യം, അത് കേൾക്കാൻ കഴിഞ്ഞ നമ്മുടെയും ഭാഗ്യം. തീർച്ചയായിട്ടും. അപ്പോൾ ഇത് KT മൊയ്തീൻ കെയുടെ വരികളാണ്. ബാബുക്കയുടെ ഈണമല്ല, ബാബുക്കയുടെ ഓർക്കസ്ട്രേഷൻ നമ്മുടെ കേൾക്കുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവണം. കാരണം തുമി മേരി മൻസിൽ എന്ന ഹിന്ദി പാട്ടിൻ്റെ ചുവട് പിടിച്ച് മണിദീപമേ മക്കെ ആദ്യം ഏവിക്ക പാടി. ആ പാട്ടിനോടുള്ള ഒരു ഭ്രമം കൊണ്ടും ഇഷ്ടം കൊണ്ടും ബാബുക്ക അത് വീണ്ടും പാടി മണിദീപമേ മക്കെ മറ്റൊരു റെക്കോർഡിൽ. ആ ട്യൂണിൻ്റെ പാത പിടിച്ച് പിന്നെ ഒരു റമദാൻ പാട്ടായിട്ട് ഏവിക്ക പാടുന്നതാണ് റഹ്മത്തിൻ മാസം. ഇപ്പം അതിൻ്റെ ചരിത്രം പൂർണ്ണമായി. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കാനായി കുട്ടികൾ പാടട്ടെ അല്ലേ? റഹ്മത്തിൻ മാസം റമദാൻ വിശേഷം, ഇഹ പരമോക്ഷത്തിൻ ഇബാദത്തിൻ മാസം, അഹദായ റബ്ബിൻ്റെ അനുഗ്രഹനോട്ടം അടിയാരിൽ വർഷിക്കും അഭിനൂതമാസം. റഹ്മത്തിൻ മാസം റമദാൻ വിശേഷം, ഇഹ പരമോക്ഷത്തിൻ ഇബാദത്തിൻ മാസം.
ഹൈറായ മാസം റഹ്മത്തിൻ മാസം റമദാൻ വിശേഷം ഇഹ പരമോക്ഷത്തിൻ ഇബാദത്തിൻ മാസം ഭക്തി വിശാലമാം വണക്കം തറാവീകും തിക്തമാം ബാധകം പൊറുക്കുന്ന മാസം ഭക്തി വിശാലമാം വണക്കം തറാവീകും തിക്തമാം ബാധകം പൊറുക്കുന്ന മാസം മുത്തക്കിമാരുടെ മുത്ത് വസന്തം മുന്തും സലാമത്തിൻ മുജറബ് മാസം റഹ്മത്തിൻ മാസം റമദാൻ വിശേഷം ഇഹ പരമോക്ഷത്തിൻ ഇബാദത്തിൻ മാസം റൂഹും പ്രകാശം കാതലം ലൈലത്തുൽ ഖദ്റിലിറങ്ങും കമലമലക്കുകൾ റൂഹും പ്രകാശം തഖ്വഹുദയോർക്ക് സലാമും ഒരായിരം ഷഹറിൻ ശബാബുകൾ ചൊരിയുന്ന മാസം റഹ്മത്തിൻ മാസം റമദാൻ വിശേഷം ഇഹ പരമോക്ഷത്തിൻ ഇബാദത്തിൻ മാസം അഹദായ റബ്ബിൻ്റെ അനുഗ്രഹനോട്ടം അടിയാരിൽ വർഷിക്കും അഭിനൂത മാസം റഹ്മത്തിൻ മാസം റമദാൻ വിശേഷം ഇഹ പരമോക്ഷത്തിൻ ഇബാദത്തിൻ മാസം ടീച്ചറെ അടുത്ത പാട്ടിലേക്ക് പോവാം അല്ലേ? ഏതാ ഇനി കുട്ടികൾ? അടുത്ത പാട്ട് ലൈല മജ്നുവിൻ നാട്ടിലെ എന്ന് തുടങ്ങുന്ന പാട്ടാണ്. വളരെ പ്രശസ്തമായ ഇറങ്ങിയ കാലം മുതൽ, പ്രത്യേകിച്ച് റിയാലിറ്റി ഷോകൾ സജീവമായ കാലം മുതൽ അല്ലേ, ഒരു ഷോയിലും ഒരു കുട്ടിയെങ്കിലും പാടും ഈ പാട്ട്. പാടാത്ത ഒരു സ്റ്റേജില്ല. ഇല്ല ഇല്ല, സ്റ്റേജിലും ഷോകളിലും നിറഞ്ഞു നിൽക്കുന്ന, അതായത് വരികളോട് ചേർന്ന് കുറച്ച് സംഗീത മൂല്യം കൂടെ ഉള്ള മാപ്പിളപ്പാട്ട് അല്ലേ, സ്വഭാവമുള്ള ഒരു പാട്ട് എന്ന് നമുക്ക് പറയാം. ഇത് പ്രേം സൂറത്തിൻ്റെ വരികളാണ്. പ്രേം സൂറത്തിൻ്റെ പ്രശസ്തമായ വരികളാണ്. പ്രേം സൂറത്ത് യഥാർത്ഥത്തിൽ എഴുതി സലീമിന്, കണ്ണൂർ സലീമിന് കൈമാറുമ്പോൾ ഫീമെയിൽ പാടേണ്ട വരിയായിട്ടാണ് പ്രേം സൂറത്ത് എഴുതി കൊടുക്കുന്നത്. അതുകൊണ്ടാണ് കണ്ടുവോ നീ എൻ്റെ മാരനെന്ന് പെണ്ണല്ലേ ചോദിക്കുള്ളൂ. കണ്ടുവോ നീ എൻ്റെ മാരനെയാണ്. പക്ഷേ സലീമിൻ്റെ കയ്യിൽ ഇത് കിട്ടി. സലീം ഈണം കൊടുത്തതിന് ശേഷം, ഇതിൻ്റെ യഥാർത്ഥ ചരിത്രമാണ്, ഈണം കൊടുത്തതിന് ശേഷം സലീമിന് ഈ പാട്ടിനോടൊരു വല്ലാത്ത അഫെക്ഷൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കാസറ്റിൽ ഞാൻ തന്നെ പാടുമെന്ന്. ഓരോ പാട്ടുകൾ ഓരോന്നിന് കാരണമാവുന്നതാണ് നമ്മൾ പറയുന്നത് അല്ലേ, യഥാർത്ഥ ചരിത്രം. അപ്പോൾ സലീം തന്നെയാണ് പാടിയത്. വേദികളിൽ പിന്നെ സജില മകള് പട്ടുറുമാൽ, മാർക്കോസേട്ടനൊക്കെ ഇരുന്ന് തുടങ്ങിയ പട്ടുറുമാൽ 2 ആണോ 3 ആണോ ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, അതിലാണ് സജില പാടിയിട്ട് കുറച്ച് ഹിറ്റാവുന്നത്, മോള്. അപ്പോൾ അവൾക്ക് കണ്ടുവോ നീ എൻ്റെ മാരനെ തന്നെ പാടാം, പെണ്ണായതുകൊണ്ട്. സലീം അത് പാടിയ സമയത്ത് കണ്ടുവോ നീ ആ മാരനെ എന്ന് പാടുമ്പോൾ ഒരാണിനും വേണമെങ്കിൽ പ്രസൻറ്റ് ചെയ്യല്ലോ, ആ മാരനെ എന്ന് പറയല്ലോ, എൻ്റെ എന്ന് പറയാൻ കഴിയില്ലല്ലോ. അങ്ങനെയാണ് ഈ പാട്ടിന്. മനസ്സിലായോ? ഇതൊരു കേൾക്കാത്ത കഥയാണോ? തീർച്ചയായിട്ടും അതാണ് എൻ്റെ കണ്ണുകൾ. കണ്ടുവോ നീ മാരനെ
മെയിൽ പാടിയപ്പോഴാണ് അങ്ങനെ പാടിയത്. അത് യഥാർത്ഥത്തിൽ പ്രേം സുഹൃത്ത് എഴുതി കൊടുത്തിരുന്നത് കണ്ടുപോ നീ എൻ്റെ മാരനെ. പക്ഷെ എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു അത് കണ്ണൂർ സലീം തന്നെയാണോ അത് എഴുതിയത് എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ അത് പ്രേം സുഹൃത്തിൻ്റെ അവർ തമ്മിൽ ചെറിയൊരു പിണക്കത്തിന് പോലും ഇടയായ ഒരു കാര്യമാണ്. എൻ്റെന്ന് പാടണമെന്ന് പ്രേം സുഹൃത്തും പറഞ്ഞു. ഇഷ്ടം കൊണ്ട് ഞാനിങ്ങനെ പാടാം. ട്യൂണിട്ട പാട്ടല്ലേ, ഒരു അവകാശം ഉണ്ടല്ലോ. പിന്നെ അദ്ദേഹം തന്നെ പ്രൊഡ്യൂസ് ചെയ്ത കാസറ്റുമായിരുന്നു. ആ രീതിയിലാണ് ആ പാട്ട് ഇറങ്ങുന്നത്. എന്തായാലും ഇങ്ങനെയൊക്കെ പുറംകഥകൾ എല്ലാ പാട്ടിനും ഒരു കഥയുണ്ടാവും. എല്ലാ പാട്ടുകൾക്കും ഒരു ചരിത്രവും ഒരു കഥയുണ്ടാവും പുറകിൽ. എന്തായാലും സൂപ്പർ ഹിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പാട്ട്. കുട്ടികൾ 3 പേരാണ് പാടുന്നത്. 3 പേര് ഒന്നിച്ച് പാടാം അല്ലേ? മൈലാഞ്ചി പൂവിട്ട കാട്ടിലേ
ഇനി ലബ്ബൈക്ക പാടുന്നു, ആ പാട്ടിലേക്ക് പോവാം. OM മാഷിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു OMK വരികൾ. OMK എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കാഴ്ചക്കാർക്ക് നമ്മൾ OMK പരിചയപ്പെടുത്തേണ്ട യാതൊരു ആവശ്യവുമില്ല. നമ്മൾ പറയുന്നത് അത് ചിലപ്പോൾ നമ്മൾ പറഞ്ഞാൽ തികയെ പോലുമില്ല. OM കരുവാരക്കുണ്ടെന്ന പ്രശസ്തനായ തങ്ങൾ ഫാമിലിയിൽ ജനിച്ച വലിയൊരു കവി. ഇന്ന് ട്രഡീഷണലും ജനകീയ പാട്ടുകളും രണ്ടും ഒരുപോലെ എഴുതാൻ കഴിവുള്ള വളരെ കുറച്ച് കവികളെ ഉള്ളൂ നമുക്ക്, അല്ലേ? പുതുതലമുറയിൽ ചിലരൊക്കെ അങ്ങനെ കടന്നു വരുന്നു. എന്നാലും ഒരു ഇരുത്തം വന്ന കവി എന്ന നിലയിൽ നമുക്ക് OMK തന്നെയാണ്. OMKയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് വളരെ രസകരമായിട്ടുള്ളൊരു അനുഭവം പറയാനുള്ളത്, ഞാനൊരു കലോത്സവത്തിൻ്റെ ജഡ്ജ്മെൻറ്റിന് പോയതാണ്. അപ്പം മിക്കവാറും നമ്മളെ OM മാഷിൻ്റെ പാട്ട് വരാത്ത ഒരു കലോത്സവവും ഉണ്ടാവാറില്ലല്ലോ. അപ്പോൾ ഒരു കുട്ടി ആവേശത്തോടു കൂടി കയറി വന്നു, പ്രശസ്ത മാപ്പിള കവി OMVയുടെ ഏതാനും. അപ്പോൾ ഒരു പക്ഷേ ടെൻഷൻ കൊണ്ടായിരിക്കും. അപ്പോൾ ഈ ONV പക്ഷേ ഇത് OMV ആക്കി മാറ്റി. ഇന്നും OM മാഷ പേര് പറയുമ്പോൾ എനിക്ക് ചിരി വരുന്ന ഒരു അനുഭവമാണത്. അല്ല, OMK ഫ്രണ്ടിലിരിക്കുമ്പോൾ കലോത്സവത്തിന് ഒരു ട്രഡീഷൻ ഉണ്ടാക്കിയ, കലോത്സവത്തിലേക്ക് മാപ്പിള കലകളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് യഥാർത്ഥത്തിൽ ആ ഒരു സ്ക്രിപ്റ്റ് തന്നെ കാലങ്ങൾക്ക് മുമ്പ് കലോത്സവത്തിൽ, അതായത് ഞാൻ പറയുന്നത് 80കളുടെ തുടക്കത്തിൽ 70കളുടെ അവസാനത്തിൽ ഈ മാപ്പിള കലകൾക്ക് തന്നെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുന്നതിന് പ്രധാനിയായിട്ട് നിന്നത് VM കുട്ടി മാഷാണ്. മാഷ ആദ്യം ചേർത്ത് പിടിക്കുന്നത് ഈ കാര്യത്തിന് വേണ്ടി OMK ആണ്. അപ്പോൾ OMK ആണ് അതിൻ്റെ ഒരു തുടക്കത്തിൽ. പിന്നെ അന്ന് അദ്ദേഹത്തിൻ്റെ കവിതകൾക്കപ്പുറം വൈദ്യരുടെ പാട്ടുകൾ മാത്രം വന്നിരുന്ന ഒരു കാലം തുടക്കത്തിലുണ്ടായിരുന്നു. പിന്നെ OMK അന്നേ എഴുതുന്നുണ്ട് ആ ശൈലിയിൽ. പിന്നെ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ വരാൻ തുടങ്ങി. അതിൽ ഏറ്റവും വലിയ തമാശയായിട്ട് മാത്രം നമ്മളതിനെ കാണുകയാണെങ്കിലുള്ള ഈ പറഞ്ഞ പോലെയുള്ള മറ്റൊരു രസം എന്താണെന്ന് വെച്ചാൽ, OMK തന്നെ ഫ്രണ്ടിൽ വിധികർത്താവായിരിക്കുമ്പോൾ മർഹൂം OM കരുവാരക്കുണ്ടിൻ്റെ എന്ന് പറഞ്ഞ ധാരാളം കുട്ടികളുണ്ട്. OMK പാവം സാധുവാണല്ലോ, താടിക്ക് കൈവച്ച് ഇങ്ങനെ നോക്കും. അദ്ദേഹം തന്നെയാണ് മാർക്കിടാനിരിക്കുന്നത്. ശരിക്കുണ്ടായത് എത്രയോ കുട്ടികൾ. പക്ഷെ എന്താണെന്നറിയും, മർഹൂം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അറിയില്ല. അതെന്തോ ചേർത്ത് വെച്ച ഒരു അറബി പദമാണെന്ന് മാത്രമേ കുട്ടികൾക്ക് അറിയുള്ളൂ. അങ്ങനെ പറഞ്ഞ മർഹൂം മൊയിൻകുട്ടി വൈദ്യർ എന്ന് പറയുന്നു, മർഹൂം പുലിക്കോട്ടിൽ ഹൈദർ എന്ന് പറയുന്നു. ഇനി OM മാഷക്ക് മാത്രം ഒരു മർഹൂം കൊടുത്തിട്ടില്ലെങ്കിൽ അതിനൊരു പോണ്ടെന്നുള്ളതാണ് വിചാരിച്ചത്. അല്ല, അത് യഥാർത്ഥം ഉണ്ടായതാട്ടോ, അതുകൊണ്ട് നമുക്ക് പറയില്ല അവരോട്. അപ്പം അങ്ങനെ ഒരു കഥയുണ്ടായിരുന്നു. ഏതായാലും ആ പ്രശസ്തനായ കവിയുടെ ഇന്നും നമ്മൾ ആദരിക്കുന്ന മാപ്പിളപ്പാട്ടുകൾ ഇന്നും നിലകൊള്ളുന്നുണ്ടെങ്കിൽ രണ്ട് ട്രഡീഷനും, അല്ലേ, രണ്ട് പാരമ്പര്യവും, ജനകീയ മാപ്പിളപ്പാട്ടും പാരമ്പര്യ മാപ്പിളപ്പാട്ടും നിലകൊള്ളുന്നെങ്കിൽ അതിന് പ്രധാനിയായിട്ട് നിൽക്കുന്ന ആൾ OMK തന്നെയാണ്. അപ്പോൾ OM കരുവാരക്കുണ്ടെന്ന കവിയുടെ പാട്ടാണ് അടുത്തതായിട്ട് കുട്ടി പാടുന്നത്. ജഗമാകെ പടച്ച
ഉതിപൈത്തു നടത്തിടുന്നേ കൽബിൽ പെരുത്ത മുഖപ്പത്തോടെ ഒരു തന്നെ തേടി വിണ്ടാനെ വിണ്ടാനെ ഗുണം പൂണ്ടാനെ കിടക്കവൻ സഹിയുകൾ നടത്തി സ്മരണയിൽ ഹജറുമ്മ മകനുമായി വന്നെത്തി സഫ മർവ കിടക്കവൻ സഹിയുകൾ നടത്തി സ്മരണയിൽ ഹജറുമ്മ മകനുമായി വന്നെത്തി സ്മൃതികളിൽ പകരുന്ന ജലസംസം കുടിച്ച് സൂപ്പുകാലിൽ തസ്ബീഹും തക്ബീറും ഉറവിട്ട് പാടി അവർ തേടി ജഗമാർഗി പടച്ചു വരച്ചു തുടച്ചു തുണച്ചു നകിച്ചു പുരാണ വിളിച്ച് വിണ്ടാനെ വിണ്ടാനെ ഗുണപൂണ്ടാനെ ലബ്ബീക പാടുന്നു ജനക്കൊടി കടങ്കലും ഉടയോടുടടുക്കുന്നു ലക്ഷ്യം ഇലാഹിന്റെ പൊരുത്തത്തിലൊരുങ്ങിക്കൊണ്ട് ജബോധി നടക്കും പുല്ല് തുടിച്ച് കൊതിച്ച് വിളിച്ച് ജഗിച്ച് മതിച്ചുടലോർത്തുരസിച്ച് പതിമക്ക തടുത്തിടുന്നേ റബ്ബിൽ ഉതിപൈത്ത് നടത്തിടുന്നേ കൽബിൽ പെരുത്ത മുഖപ്പത്തോടെ ഒരു തന്നെ തേടി വിണ്ടാനെ വിണ്ടാനെ ഗുണപൂണ്ടാനെ ലബ്ബീക പാടുന്നു ജനകൊടി കടങ്കലും ഉടയോടുടടുക്കുന്നു ലക്ഷ്യം ഇലാഹിന്റെ പൊരുത്തത്തിലൊരുങ്ങിക്കൊണ്ട് ജബോധി നടക്കും പുല്ല് തുടിച്ച് കൊതിച്ച് വിളിച്ച് ജഗിച്ച് മതിച്ചുടലോർത്തുരസിച്ച് പതിമക്ക തടുത്തിടുന്നേ റബ്ബിൽ ഉതിപൈത്തു നടത്തിടുന്നേ കൽബിൽ പെരുത്ത മുഖപ്പത്തോടെ ഒരു തന്നെ തേടി വിണ്ടാനെ വിണ്ടാനെ ഗുണപൂണ്ടാനെ നല്ല നല്ല മാപ്പിളപ്പാട്ടുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തത് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്ന പാട്ട് വളരെ പ്രശസ്തമായിട്ടുള്ളൊരു പാട്ട് തന്നെയാണ്. പീർക്ക പാടി ഫേമസ് ആക്കിയിട്ടുള്ളൊരു പാട്ടാണ് പടവാള മിഴിയുള്ളൂ. ഓ, കല്യാണപ്പാട്ടുകൾക്ക് ഒരു പൂർണ്ണത എന്ന് പറയാം. ചരിത്രം ഉണ്ടാക്കി തന്നത് മാപ്പിളപ്പാട്ട് രംഗത്ത് പീർക്കയാണ് അല്ലേ. പ്രണയഗാനങ്ങൾക്കും കല്യാണപ്പാട്ടുകൾക്കും ചരിത്രം ഉണ്ടാക്കി തന്നത് മറ്റ് എല്ലാ ഗായകരും നമ്മൾ SM കോയൊക്കെ മുതലിങ്ങോട്ട് ഒരു നമ്മുടെ കാലഘട്ടം എടുത്താൽ പലതരം പാട്ടുകൾ പാടിയവരാണ് എല്ലാ മാപ്പിളപ്പാട്ടുകാരും. അത് തന്നെയാണ് വേണ്ടതും. പീർക്ക എന്ന് പറയുമ്പോൾ കണ്ണൂരിൻ്റെ ഒരു സംസ്കാരത്തിൽ നിന്നുകൊണ്ട് കല്യാണങ്ങൾക്ക് ചേരുന്ന കല്യാണപ്പാട്ടുകളും പ്രണയഗാനങ്ങൾക്കും മലർക്കൊടിയെ ഞാനിന്ന് മുതലിങ്ങോട്ട് ഒരുപാട് പാട്ടുകൾ പാടിത്തന്ന വലിയ സംഗീതജ്ഞാനമുള്ള ആളുമായിരുന്നു കേട്ടോ. A.T. ഉമ്മർക്കയുമായിട്ട് പ്രശസ്തനായ സംഗീത സംവിധായകൻ A.T. ഉമ്മർക്കയുമായിട്ടുള്ളൊരു സൗഹൃദവും കുടുംബ ബന്ധവും അത് അദ്ദേഹത്തിന് ഒരുപാട് ഗുണം ചെയ്തിരുന്നു. ഇത് പീർക്ക തന്നെയാണ് പാട്ടിൻ്റെ വരികൾക്ക് ഒരു ഏകദേശം ഒരു ഈണം കൊടുത്തത്. പീർക്ക തന്നെ മൂളി പോവുകയാണ് പലപ്പോഴും മദ്രാശിയിലേക്ക് പോകുമ്പോൾ അദ്ദേഹം തന്നെ ഒരു ഈണം മൂളും. എന്നിട്ട് A.T. ഉമ്മർക്കയെ അറിയിക്കും അത്രേ റെക്കോർഡിങ്ങിന് വരുന്നുണ്ട്. അദ്ദേഹം അറിയും അവിടെ ചെല്ലുമ്പോൾ. A.T. ഉമ്മർക്ക് അതിൽ ചില മിനുക്ക് പണികളൊക്കെ നടത്തി കൊടുക്കുന്നു. ബാക്കി സംഗീതമൊക്കെ അവിടെ ഒരു ബേസിക് ട്യൂണെല്ലാം പീർക്ക തന്നെ ഇടും. പീർക്ക ഒരുപാട് എല്ലാ പാട്ടുകളും അദ്ദേഹം തന്നെ ഒരുവിധം എല്ലാം ട്യൂൺ ചെയ്തത്. A.T. ഉമ്മർക്കയുടെ പേരുകൾ നമ്മൾ റെക്കോർഡിൽ കാണുന്നതിലൊക്കെ A.T. ഉമ്മർക്ക ചെറിയ വ്യത്യാസങ്ങൾ മാത്രം വരുത്തി കൊടുക്കുകയാണ്. പിന്നെ ഓർക്കസ്ട്രേഷൻ അത് അവിടുത്തെ മദ്രാശിയിലെ അന്നത്തെ വമ്പൻ ആർട്ടിസ്റ്റുകളെ കൊണ്ട് A.T. ഉമ്മർക്ക വായിപ്പിച്ച് അത് റെക്കോർഡായി കൊടുക്കുക. അതുകൊണ്ടാണ് അഴകേറുന്നോളെ മുതലിങ്ങോട്ട്. പീർക്കയുടെ മറ്റൊരു ചരിത്രം അറിയോ? പ്രേം നസീറിൻ്റെ മകൻ ഷാനവാസിൻ്റെ കല്യാണത്തിന് അന്ന് നമുക്ക് ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ. കേരളത്തിലെ എല്ലാ മാപ്പിളപ്പാട്ടുകാരും അപ്പോൾ പ്രേം നസീർ A.T. ഉമ്മർക്കുമായിട്ടുള്ള സൗഹൃദം കൊണ്ട് ആരെ വേണമെന്നൊരു ചോദ്യം അറിയാതെ ചോദിച്ചു പോയിന്ന്. ഷാനവാസിൻ്റെ കല്യാണം എന്ന് പറഞ്ഞാൽ അന്ന് പ്രേം നസീർ സാർ ആരാണ് അന്ന് അതാലോചിക്കണം അല്ലേ. അപ്പോൾ എല്ലാവരും മത്സരിക്കുകയാണ് ആർക്ക് കിട്ടുമെന്നുള്ളത്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ VM കുട്ടി മാഷിലേക്ക് ചെന്ന് എത്തിപ്പെടുമെന്ന് എല്ലാവരും ഉറപ്പിച്ചൊരു സമയം. മാഷിയുടെ ഹോൾഡ് അത്രയായിരുന്നല്ലോ ബന്ധങ്ങളും. നേരെ ഇത് പോകുന്നത് പീർക്കയിലേക്ക്. ഒറ്റപ്പാട്ട് അഴകേറുന്നോളേവ കാഞ്ചനമാലയും ചൂടിക്കാൻ എന്ന ഒറ്റപ്പാട്ടിൻ്റെ ബലത്തിൽ അത് പ്രേം നസീർ സാർ കേൾക്കുകയാണ്. മമ്മൂക്കയ്ക്ക് ഉണ്ടോ സഖി ഇഷ്ടമുള്ള പോലെ പ്രേം നസീർ സാറിന് അന്ന് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടായിരുന്നു ഇത്രയും അഴകേറുന്നോളെ. റെക്കോർഡ് ഇറങ്ങിയ സമയത്ത് മദ്രാശിയിലൊക്കെ ഹോട്ടലിലൊക്കെ കയറി ഇറങ്ങുമ്പോൾ അവർ കേൾക്കുമല്ലോ സ്വാഭാവികമായിട്ട്. ആ ഒറ്റപ്പാട്ടിൻ്റെ ബലത്തിൽ പറഞ്ഞത്രേ ഇദ്ദേഹത്തെ ഏൽപ്പിക്കുമെന്ന്. ഓ, അത് ഞങ്ങളൊക്കെ കുട്ടിക്കാലത്താണത് ഭയങ്കര പിന്നെ ചർച്ചയായിരുന്നു അത് ഇൻഡസ്ട്രിയിൽ.
പീർ മുഹമ്മദും ശൈലജയുമാണ് പ്രേം നസീറിൻ്റെ മകൻ്റെ കല്യാണത്തിന് ഗാനമേള നടത്തിയെന്ന് പറഞ്ഞു. ഭയങ്കര ചർച്ചയായിരുന്നു. ഇന്നും ഒരു സ്റ്റേജിൽ പാടിയിട്ടുണ്ടെങ്കിൽ മറക്കാനാവാത്തൊരു അനുഭവമാണ് ആ പാട്ട്. തീർച്ചയായും. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ്, ഞാൻ പാടുന്ന പാട്ടാണത്. പെർക്കയുടെ നഷ്ടമൊക്കെ മാപ്പിളപ്പാട്ട് രംഗത്തിന് തികച്ചും ഒരു നഷ്ടം തന്നെയാണ് അല്ലേ. കേൾക്കാം നമുക്ക് ഈ പാട്ട്. സൈനബാ
അടുത്ത പാട്ട് ടീച്ചറെ അബൂബക്കർ സിദ്ദീഖിൻ പൂമോൾക്ക് അല്ലേ? വളരെ ചടുലമായ താളത്തിലുള്ള മാപ്പിളപ്പാട്ടുകൾക്ക് അങ്ങനെ കുറേ പാട്ടുകളുണ്ടല്ലോ, ചടുലമായ താളങ്ങളിലുള്ള ധാരാളം പാട്ടുകൾ. ഇപ്പോൾ നമ്മുടെ സംകൃത പമകരിയൊക്കെ അല്ലേ, സംകൃത പമകരി, അതുപോലെ പുറപ്പെട്ട ബുജായിൽ, ആകെ ചുറ്റുലകത്തിൽ, ഇതൊക്കെ ആ കാറ്റഗറിയിൽ വരുന്ന ട്രഡീഷണൽ ആണെങ്കിലും ഇത് നമുക്ക് ട്രഡീഷണലിൽ നിന്ന് മാറിയിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിലുള്ള സാധാരണ മലയാളത്തിലുള്ള പാട്ടാണെങ്കിലും ചടുലമായ താളത്തിൽ ആ പാട്ടിൻ്റെ ഒരു പശ്ചാത്തലം മനസ്സിലാക്കിയിട്ടാണ് ചില താളങ്ങൾ അങ്ങനെ അല്ലേ. ഈ കുതിരക്കുളമ്പടിയുടെ പാട്ട് പുറപ്പെട്ട ബുജായിലൊക്കെ നമ്മൾ പുറകിൽ ഈ സാധനം വരുമല്ലോ, അതൊക്കെ ഭയങ്കര അതൊക്കെ ഒരു സംസ്കാരമാണ്. ആ പാട്ടിന് അതിൻ്റെ ഒരു റീമിക്സ് ഇപ്പോൾ വരുന്നു എന്ന് വിചാരിച്ചോളൂ. ഇതെല്ലാം മറന്ന് വേറൊരു താളവും വേറൊരു സ്വഭാവവും വെച്ചുകൊണ്ടായിരിക്കും ഈ പാട്ട് പുറത്ത് വരിക. അപ്പോൾ നമ്മൾക്ക് എന്താ നഷ്ടപ്പെടുന്നതെന്ന് അറിയോ? ഈ പാട്ടിൻ്റെ പുറകിലൊരു കുതിരക്കുളമ്പടി ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറയുന്നത് പുറപ്പെട്ട ബുജായിലിൻ്റെ കാര്യമാണ്. അപ്പോൾ കുതിരക്കുളമ്പടി ഉണ്ടായിരുന്നു, അതതിൻ്റെ പശ്ചാത്തലത്തിൽ വരണം ആ യുദ്ധപ്രതീതി കാണിക്കാൻ എന്നുള്ളത് ആ ഒരു സംസ്കാരമേ അങ്ങോട്ട് പോവാണ്. തീർച്ചയായിട്ടും കൂട്ടരും ബദറിലേക്ക് പുറപ്പെടുന്ന ഒരു സംഭവമാണത്. പഴയ പാട്ടുകൾക്കൊക്കെ ചില സംസ്കാരം അങ്ങനെയാണ്. ഔക്കുബായി എന്നോട് എപ്പോഴും പറയും, കോഴിക്കോട് അബൂബക്കർ എന്ന ഞാൻ യാ റസൂലുള്ള പാടി എനിക്ക് ട്യൂൺ ചെയ്ത് തന്ന ഔക്കുബായി പറയും. ഇപ്പം കുട്ടികൾ പാടുന്നതിൽ ആ പാട്ടിൽ അറുവാഹുകൾക്കധിപതി എന്ന് പാടുമ്പോൾ ഇപ്പം കുട്ടികൾ എങ്ങനെ പാടുന്നത് അറിയാം? പുതിയ തലമുറ യഥാർത്ഥത്തിൽ എന്താണെന്നറിയോ? റെക്കോർഡിൽ 84 ഞാൻ പാടിയപ്പോൾ അറുവാഹുകൾക്കധിപതി എന്നാണ്. അപ്പോൾ ഔക്കുബായി പറഞ്ഞത് അത് മരുഭൂമിയാണ് കാണിക്കുന്നത്. നോക്കണം, മാൻലിൻ ബാൻജോ വായിച്ചാൽ, ജോയേട്ടനാണ് വായിച്ചത്, മാൻലിൻ ബാൻജോ അവിടെ വായിച്ചാൽ നമുക്ക് കാണുന്നത് നമ്മളൊരു മരുഭൂമിയാണ്. അതാണല്ലോ അറബിക് കൾച്ചർ. എന്ന് പാടിയാൽ ഫിറോസെ അത് ക്രിസ്ത്യൻ ഡിവോഷണലായി. ഒരു സംഗീത സംവിധായകൻ പറയുന്നതാണ്, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അഭിപ്രായം. അങ്ങനെ പാടിയാൽ ഒരു ക്രിസ്ത്യൻ ഡിവോഷൻ, ഒരു ക്രിസ്ത്യൻ ഭക്തിഗാനം പാടുന്ന ഫീലല്ലേ ഫിറോസിന് കിട്ടുന്നതെന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ഔക്കുബായിയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഇത്ര സത്യങ്ങൾ പറയുന്നത്. അത് അവർക്കത് പാടുന്ന കുട്ടികൾക്ക് അത് അറിയുന്നില്ല, അവരങ്ങനെ പാടി വരികയാണ്. എന്ത് കൾച്ചറാണ് അത് കാണിക്കുന്നതെന്നൊന്നും അവർ ചിന്തിക്കുന്നില്ല എന്നുള്ളത് ഒരു ചെറിയ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തോ പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ പാട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അതിലേക്ക് വന്നത്. ഏതായാലും ഈ പാട്ട് കേൾക്കാം അല്ലേ? അബൂബക്കർ സിദ്ദീഖിൻ പൂമോൾക്ക് ആരംഭമേറുന്ന കല്യാണം, അഷ്റഫുൽ ഹൽഖ് നബിയോര് ആയിഷ കാണുന്ന കല്യാണം, ചന്ദ്ര സുന്ദരി ബീവിക്ക്
അടുത്തതായിട്ട് പാടുന്ന പാട്ട് ഒട്ടകങ്ങൾ വരി വരി വരിയായി. അതും വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പാട്ട് തന്നെയാണ്. അതെ അതെ, പീർക്കയുടെ ഇപ്പോൾ ഈ കുട്ടികൾ പാടുന്നതിൽ അത് രണ്ടാമത്തെ പാട്ടായിട്ടാണ് വരുന്നത് അല്ലേ? പീർക്കയുടെ പാട്ട് തന്നെയാണ്. അപ്പോൾ പീർക്കയുടെ നേരത്തെ നമ്മൾ ഒരു പാട്ടിൽ പറഞ്ഞ ആ കാര്യങ്ങളൊന്നും ഇനി പരാമർശിക്കേണ്ടതില്ല. ഇത് പിന്നെ മണലാരണ്യം കൃത്യമായിട്ട് കാണിക്കുന്ന അല്ലേ, അറബ് നാടിൻ്റെ ആ കൃത്യമായ ആ പാട്ടിൻ്റെ ഒരു മ്യൂസിക്കിൽ തന്നെ യഥാർത്ഥത്തിൽ നമ്മളിങ്ങനെ മരുഭൂമിയിലൂടെ ഇങ്ങനെ ഒട്ടകങ്ങൾ സഞ്ചരിച്ചു പോകുന്ന ഒരു ചിത്രം കൃത്യമായിട്ട് കാണുന്ന ഒരു പാട്ടായിട്ടാണ് നമ്മൾ ഈ പാട്ടിനെ പറയുന്നത്. അപ്പോൾ പി ടി കെയുടെ വരികളാണ്. പി ടി അബ്ദുറഹിമാൻ എന്ന ഒരു കവിത നമ്മൾ എടുത്താൽ അത് എന്താണ് ആ കവിതയുടെ വലുപ്പമെന്ന് നമ്മളെപ്പോലൊരു സാധാരണക്കാരനൊന്നും ചിന്തിക്കാനോ പറയാനോ കഴിയാത്ത കവിതകളാണ് പി ടിക്ക് എഴുതി വെച്ചത് അല്ലേ? എൻ്റെ മനസ്സിൽ പി ടിക്ക, എസ് എ ജമീൽക്ക, ഇത്രയും വലിയ കവികൾ വേറെ എൻ്റെ മനസ്സിലില്ല. പിന്നെ പി ടിക്കയും കണ്ടു, ജമീൽക്കയും കണ്ടു, രണ്ടുപേരുടെ കൂടെയും വേദികൾ പങ്കിട്ടു, പാടി. ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയത് ചെറിയ ഭാഗ്യമൊന്നുമല്ല. എല്ലാവരുടെ കൂടെ നാഗൂർ ഹനീഫ മുതൽ, നാഗൂർ ഹനീഫൊക്കെയാണ് ഇപ്പോൾ ജീവിച്ചിരുന്നാൽ സീനിയർ മോസ്റ്റ് ആയിട്ട് ഒരു 100 ചില്ലാൻ വയസ്സുണ്ടാവാൻ സാധ്യതയുള്ള. പിന്നെ എസ് എം കോയൊക്കെയാണ്. ഇവരൊക്കെ കണ്ടു, ഇവരെല്ലാവരെയും കണ്ടു, എല്ലാവരുടെ കൂടെയും വേദി പങ്കിട്ടു, അവരുടെ കൂടെ പാടി, അവരുള്ള വേദിയിൽ പാടി. പി ടി എന്ന് പറഞ്ഞാൽ മാനവികതയെക്കുറിച്ചും മനുഷ്യത്വത്തെക്കുറിച്ച് ഇത്രയേറെ കവിതകൾ എഴുതിയൊരു കവി. പടപ്പോട് പിരിശത്തിൽ നിന്നോളി, ഏത് വേദിയിലും പാടാൻ പറ്റിയൊരു പാട്ടാണ്. എല്ലാ വേദിയിലും മതമൈത്രി. അതാണ് മതമൈത്രി എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിന് ഇത്ര പ്രസക്തി ഇല്ലേ, ഇത്ര പ്രസക്തിയുള്ള ആ വിഷയത്തിന് ഇത്ര പ്രസക്തിയുള്ള ഒരു കാലഘട്ടത്തിൽ അന്നും ഇന്നും പ്രസക്തമായി നിൽക്കുന്ന വരികൾ. അത് ഒരു പാട്ടിലൊന്നുമല്ല, ഒരുപാട് പാട്ടുകളിൽ അസാധ്യമായിട്ട് എഴുതിയ അല്ലേ. ഓത്തുപള്ളി നമ്മൾ പറയണം, ഓത്തുപള്ളിയെക്കുറിച്ച് എന്ത് പറയണം അല്ലേ? പാഠപുസ്തകത്തിൽ മയിൽപ്പീലി വെച്ചുകൊണ്ട് പീലി പെറ്റുകൂട്ടുമെന്ന് നീ പറഞ്ഞു തന്ന് ഇന്നലെ പോലും ഞാൻ സ്കൂളിൽ പ്രസംഗിച്ച പാടിയ വിഷയമാണ് അല്ലേ? അതൊക്കെ എവിടേക്കാ നമ്മളെ കൊണ്ടുപോകുന്നത്? അത്ര വലിയ പക്ഷെ ഇന്നത്തെ തലമുറക്കൊന്നും അങ്ങനത്തെ ഒരു ഫീലില്ല. പീലി വെച്ചതോ അല്ലെങ്കിൽ നെല്ലിക്ക തിന്നതോ ഉസ്താദിൻ്റെ അടുത്ത് നിന്ന് അടി കിട്ടിയതോ, ഇന്നൊരടി കിട്ടിയാൽ പിന്നെ പിറ്റേന്ന് പാരൻസ് അത് ചോദ്യം ചെയ്യാൻ പോകുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ പറഞ്ഞു കൊടുക്കുക, അവർക്കിങ്ങനെ പറഞ്ഞു കൊടുക്കുക, പാട്ടിൻ്റെ മൂല്യം പറഞ്ഞു കൊടുക്കുക, താരതമ്യ പഠനം നടത്തി കൊടുക്കുക. ഇതാണ് ഈ വരി പറയുന്നത്, ഇതാണ് ഈ വരി പറയുന്നത് എന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവേണ്ടതാണ്. പാട്ടായതുകൊണ്ട് മനസ്സിലാവേണ്ടതാണ്, മനസ്സുകൊണ്ട് പാടുന്നതല്ലേ പാട്ടെന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ പാട്ട് ചിന്തിപ്പിക്കുന്ന ഒരു പാട്ടാണ് തീർച്ചയായിട്ടും. ഈ പാട്ട് കേട്ട് മരുഭൂമിയിലൂടെ
ഒത്തിരി നല്ല ഗാനങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി ഒരുപാട് നല്ല ഗാനങ്ങൾ കേൾക്കാനുണ്ട്. ഇനി മഹീൽ മഹാസീൻ എന്ന പാട്ടാണ് അടുത്തത്. പി ടി കെയുടെ വലിയൊരു കവിയോടുള്ള ആദരവ് വീണ്ടും ഒരു പാട്ടിലൂടെ വരികയാണ്. പി ടി അബ്ദുറഹ്മാൻ കെയുടെ മികവാർന്ന വരികൾ അല്ലേ. അത് പാട്ടിനെക്കുറിച്ചൊന്നും പറയാനില്ല, വളരെ പ്രശസ്തമാണ്. ഒരുപാട് കുട്ടികൾ, നേരത്തെ ഏതോ ഒരു പാട്ടിനെക്കുറിച്ച് നമ്മൾ ലൈല മജ്നുവിൻ നാട്ടിൽ പറഞ്ഞ പോലെ ഒരുപാട് കുട്ടികൾ എവിടെയെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ, അതുമല്ല ഒരുപാട് വലിയ പിന്നെ സംഗീതമൂല്യമുള്ള ട്യൂണൊന്നും ഈ പാട്ടിനില്ല. ഒരുപാട് പ്രയാസപ്പെട്ട് പാടാനൊന്നും ഈ പാട്ടില്ലല്ലോ. നിലവിലുള്ളൊരു ട്രഡീഷണൽ പഴയ ഒരു ഈണമാണ്. അപ്പോൾ സാധാരണക്കാർ പോലും വീട്ടിൽ മൂളുന്ന, നമ്മളൊരു വീട്ടമ്മ ഒരു മാപ്പിളപ്പാട്ട് മൂളുക എന്ന് പറയുമല്ലോ അല്ലേ, ഒരു പാട്ടല്ലേ ഇത്? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അങ്ങനെ വീട്ടമ്മമാർ മൂളുന്ന ചില പാട്ടുകളുണ്ട്. ഇപ്പോൾ കുരു മച്ചം പെണ്ണുണ്ടോ, കുഞ്ഞാലി മച്ചം, എല്ലാവരും മൂളുന്നതാണ് അല്ലേ. അതുപോലെ നമ്മളിപ്പോൾ മിഴിയണ ഞാൻ അടയ്ക്കുമ്പോൾ സ്ത്രീകൾ വെറുതെ മൂളുന്ന പാട്ടാണ്. അങ്ങനത്തെ പാട്ടുകളിൽ ഒന്നാണ് ഈസി. അതുപോലെ എല്ലാവരും മൂളിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടായിട്ട് നിലവിലുള്ള ഈ പാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, പൊതുവേ കുട്ടികൾ പാടുമ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റെന്താണെന്ന് വെച്ചാൽ, ഒരു തെറ്റ് ചൂണ്ടിക്കാട്ടിയാണ്. ഇപ്പോൾ മഹീൽ മഹാ എന്ന് മുറിക്കും കുട്ടികൾ. മഹാ സീൻ, കുട്ടികളുടെ വിചാരം അതെന്തോ വലിയൊരു ഒരു സീനാണെന്നാണ് കുട്ടികൾ ധരിച്ചത്. മഹാസീൻ രാജാവിൻ്റെ മകളുടെ ആ വർണ്ണനയാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും മഹീൽ മഹാസീൻ എന്നാണ് പാടേണ്ടത്. അപ്പോൾ കുട്ടികൾ ഈ എല്ലാവരും അതങ്ങനെ പാടി അങ്ങനെ ആയിപ്പോവാണ്. അങ്ങനെ ചില പാട്ടുകളുണ്ട്. ഉണ്ടോ സഖിക്ക് അങ്ങനെ സംഭവിച്ചല്ലോ. എല്ലാവരും ഉണ്ട് സഖി എന്നാണ് പണ്ട് മുതലേ പാടുക. ഉണ്ടോ സഖി ഒരു കുല മുന്തിരി, നിന്റെ കയ്യിൽ ഒരു കുല മുന്തിരി വാങ്ങാൻ 4 അണ ഉണ്ടോ എന്നാണ് ആദ്യം ചോദിക്കുന്നത്. അതിൻ്റെ ഉത്തരം പറയുന്നത് ഉണ്ട് പ്രിയ എന്നാണ്. അപ്പോൾ പണ്ടൊക്കെ എല്ലാവരും ഉണ്ട് സഖി എന്ന് പാടി ഉണ്ടോന്ന് ചോദിക്കേണ്ട കാര്യം, എൻ്റെ കയ്യിലുണ്ട്. അല്ല, തുടക്കത്തിലൊക്കെ എല്ലാവരും വെറുതെ പാടുന്ന, ഇതിങ്ങനെ മൂളുമല്ലോ നമ്മൾ ക്ലബിലൊക്കെ ഇരുന്ന് മൂളുന്ന പാട്ടുകൾ. അപ്പം വരികളെ കുറിച്ചൊന്നും അത്ര അവെയർ അല്ലല്ലോ നമ്മൾ. അപ്പം ഇങ്ങനെ മൂളുന്ന ഒരു തെറ്റാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ ഈ പാട്ടിൽ ഇങ്ങനെ ഒരു തെറ്റ് കടന്നു കൂടിയിട്ടുണ്ട്. കുട്ടികൾക്ക് ഒരുപാട് നമ്മളൊക്കെ തിരുത്തി കൊടുക്കുന്നതല്ലേ. അപ്പോൾ ആ ഒരു കാര്യമേ ആ പാട്ടിനെ കുറിച്ച് പ്രോഗ്രാമിലൂടെ നല്ലൊരു അറിവാണ് നമ്മുടെ കുട്ടികൾക്ക് കിട്ടിയത്. ഒരുപക്ഷെ ബ്രീത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും കുട്ടികൾ ഒരുപക്ഷെ അറിയാത്തത് കൊണ്ടും, അല്ലെങ്കിൽ അവിടെ വെച്ചിട്ട് മുറിക്കുക മഹീൽ മഹാ എന്ന് പറഞ്ഞിട്ട് ബാക്കി പാടുന്ന അല്ല, അവിടെ മുറിച്ചു കൊടുത്ത തബലയുടെ ഒരു അടി കറക്റ്റ് അവിടെയാണ് വരിക. മഹീൽ മഹാ ത, കറക്റ്റ് അല്ലേ? അവിടെയാണ് സമം കാണിക്കുക, ആ ബീറ്റ് കാണിക്കുക. അപ്പം പിന്നെ അതൊരു എളുപ്പമാണ്. അപ്പം അങ്ങനെ പാടി ശീലിക്കുകയാണ് അതറിയാതെ. പിന്നെ അത് അങ്ങനെ ചോരയിൽ അലിഞ്ഞു പോകുക എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ പാടുകയാണ്. പക്ഷെ ആ ഒരു തെറ്റ് തിരിച്ചറിയണം. പാടാൻ ഉദ്ദേശിക്കുന്ന മോക്കുള്ള ഒരു അറിവാണത്. ഇനി അങ്ങനെ തന്നെ പാടുക. കേൾക്കാം പാട്ട്. അവളുടെ മധുവൊഴുകും
അടുത്തത് വീണ്ടും നമ്മൾ എ വി കെയിലേക്ക് തന്നെ പോവുകയാണ്. എ വി കെയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു, എല്ലാ പാട്ടുകളും ഫേമസ് തന്നെയാണ്, എങ്കിലും ഇന്നും നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നൊരു പാട്ട്, പകലൻ നിശാനിയാലം. പകലൻ നിശാനിയാലം എത്രയോ കേട്ടതാണ്, എത്രയോ വേദികളിൽ എ വി കെ പെട്ടി വായിച്ച പാട. ഇടത് കൈയായിരുന്നു, ഇടത് കൈ കൊണ്ടാണ് പെട്ടി വായിക്കുക, വലത് കൈ കൊണ്ടപ്പോൾ വലിയ ഹാർമോണിസ്റ്റ് അല്ല, സാധാരണ ഹാർമോണിസ്റ്റാണ്. കൂടെ സപ്പോർട്ടിന് ഒരുപാട് പേരുണ്ട്. ഞാൻ പ്രധാനമായിട്ട് ഓർക്കുന്നത് തിരൂർ ഷാ എന്ന് പറയുന്ന വലിയ ഗുരുനാഥനെയാണ്. എല്ലാവർക്കും ഗുരുനാഥനായിരുന്ന ഷാബായിയാണ്. ഷാബായി പുറകിൽ മാൻലിന് പോയിട്ടുണ്ടാവും. അപ്പോൾ ഷാബായി പറയുന്നതാണ്, എ വി കെയുടെ കൈ എങ്ങോട്ടാണോ പോകുന്നത് അതിൻ്റെ പിന്നാലെ പോകാൻ ഞാൻ പഠിച്ചു എന്ന് പറയും. പണ്ട് കാലത്ത് ഷാബായി നല്ല രസകരമായിട്ട് പറയുന്നതാണ്, അത് നല്ല അർത്ഥത്തിൽ പറയുന്നതാണ്. അപ്പോൾ ഒരാളെ പഠിച്ചു കൂടെ വായിക്കുക എന്ന് പറയുന്നത് സപ്പോർട്ടാണ് ആ പറയുന്നത്. അപ്പോൾ എ വിക്ക് ഇങ്ങനെ പിടിക്കും പെട്ടി, ഇടത് കൈ കൊണ്ടാണ് നിന്നേ പാടുകയുള്ളൂ. പൊതുവേ നല്ല ഹൈറ്റല്ലേ, നല്ല ഹൈറ്റുള്ള മനുഷ്യനാണ്. തല മുതൽ എല്ലാ സ്ഥലം ഇങ്ങനെ മൈലാഞ്ചി ഇട്ടിട്ട് ചോപ്പിച്ച് മൈലാഞ്ചി ഇടുക ചെയ്യുക, ഒരു പ്രത്യേക തൊപ്പിയും. അതെ, ഇടയ്ക്കൊരു തൊപ്പിയും വയ്ക്കും. പണ്ട് ഞാൻ ആദ്യം കാണുന്ന സമയത്തൊന്നും തൊപ്പിയില്ല, ഇങ്ങനെ ബാക്കോട്ട് വാർന്നിടുന്ന ചുവന്ന മുടിയെന്നാണ് ഞങ്ങളൊക്കെ അന്ന് പറയാം. അപ്പോൾ എന്താണെന്ന് ആദ്യമൊക്കെ അതിശയമായിരുന്നു. അപ്പം മൈലാഞ്ചി ഇടുന്നതാണ്, അത് സുന്നത്താണല്ലോ. പിന്നെ ഫോട്ടോയിൽ മാത്രം കണ്ട ഒരു എ വി കെ ആയതുകൊണ്ട് തൊപ്പി വെച്ച ഫോട്ടോകൾ. പിന്നെ അങ്ങനെ നമ്മൾ പറഞ്ഞല്ലോ എ വി കെയെ കുറിച്ചൊരു നേരത്തെ പറഞ്ഞു. അപ്പോൾ എ വി കെയുടെ പ്രശസ്തമായ പാട്ട് ഇതും പറയാനുള്ളത് ബാബുക്കയുടെ ഓർക്കസ്ട്രേഷനിലും ഈണത്തിലും എ വി കെ പാടിയ പ്രശസ്തമായ പാട്ടുകളിൽ ഒന്ന് കേൾക്കാം.
എന്തിനേയും നമ്മുടെ കുട്ടികൾ പാടുന്നത് പണ്ട് പണ്ട് പായക്കപ്പലിൽ കയറിക്കൊണ്ട് അല്ലേ. വളരെ പ്രശസ്തമായ ഫസീലത്ത എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട്, അവരുടെ മുന്നിൽ ഒരു സ്മരണാഞ്ജലി അർപ്പിക്കേണ്ടതുണ്ട്. എന്താ പറയുക, നമ്മൾ ആ കാലത്തിലുള്ള വേർപാടായിരുന്നു അല്ലേ. ഫസീലത്തയുടെ ഒരു മരണം എന്ന് പറയുന്നത് നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ ഒരു അകാലത്തിൽ നിന്ന് നമ്മൾ പറയുമല്ലോ, അങ്ങനെ ചിലരുടെ മരണം നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ രോഗമായിട്ട് കിടക്കുക, അസുഖമായിട്ട് കിടക്കുക, കുറേ കാലമായി പ്രയാസം അനുഭവിക്കുന്നതൊക്കെ പറഞ്ഞ ഒരാളുടെ മരണവും നമുക്ക് വേദന ഉണ്ടാക്കുമെങ്കിലും അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണെന്നൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്. ഫസീലത്തയുടെ മരണം വല്ലാത്തൊരു വേർപാടായിപ്പോയി. അപ്പോൾ ഫസീലത്ത പാടിയ പാട്ടുകൾ എന്ന് പറയുമ്പോൾ കുട്ടികൾക്കൊക്കെ ഞാനൊക്കെ എൻ്റെ ഒരു ഭാഷയിൽ റിയാലിറ്റി ഷോകളിൽ ഇരുന്ന് തുടങ്ങിയ കാലം മുതൽ ചില പാട്ടുകാരുടെ ടച്ച് എന്ന് പറഞ്ഞു കൊടുക്കും നമ്മൾ. ജാനകി ടച്ച്, SPB ടച്ച്, ദാസേട്ടൻ ടച്ച്, അതായത് അവർക്ക് മാത്രം പാടാൻ കഴിയുന്ന ചില തൊണ്ടയിലെ കാര്യങ്ങൾ അതെല്ലാവർക്കും ഉണ്ട്. റഫീസാബ് ടച്ചോ ഫസീലത്ത ടച്ച് എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഫസീലത്തേക്ക് മാത്രം വരുന്നൊരു ശൈലിയുണ്ട്, ഒരു പ്രത്യേക ശബ്ദവും ആ ശബ്ദത്തിൽ നിന്ന് മുപ്പത്തിയുടെ ഒരു ശൈലിയുണ്ട്, പാടുന്നൊരു ശൈലി. അത് ചില പാട്ടുകളിൽ ഇങ്ങനെ ആമീന ബീവി കോമന മോനയിലൊക്കെ അതിങ്ങനെ മുഴച്ചു നിൽക്കും. ശരിയല്ലേ? ആ പാട്ട് ഇങ്ങനെ ഓർത്തു പോയാൽ മതി കുട്ടിക്കാനത്. അപ്പോൾ ഫസീലത്തെ പാടിയ മനോഹരമായ പാട്ടുകൾ, അവർ ആദ്യത്തെ ഗൾഫ് പ്രോഗ്രാമിനൊക്കെ പോയ സമയത്ത് ഈ പാട്ട് പാടിയപ്പോൾ പ്രവാസികൾ അതിനെങ്ങനെയാണ് ഇങ്ങനെ സ്വീകരിച്ചത് എന്നൊക്കെയുള്ള കഥകൾ പറയാറുണ്ട്. വല്ലാത്തൊരു കഥയായിട്ടാണ് പറയാം. ഫസീലത്ത മരിക്കുന്നതിൻ്റെ ഒരു 3 മാസം മുമ്പ് ഞാൻ ഫസീലത്തായെ വെച്ച് ഒരു പ്രോഗ്രാം നടത്താനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി പാലക്കാട്. സിബില്ലേച്ചിയും ഫസീലത്തയും. അപ്പം എന്നോട് പറഞ്ഞു പാലക്കാട് ഞാൻ ആ പരിപാടി ഞാൻ അറിഞ്ഞിരുന്നു. അപ്പം സുലേഖ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് ആദ്യം സുലേഖ പാടണം. ഞാൻ പറഞ്ഞു ഒരിക്കലും അല്ല, നിങ്ങളെപ്പോലെ അത്രയും ഒരു എക്സ്പീരിയൻസും ഒരു സീനിയറായിട്ടുള്ള ആളുകളെ മുന്നിൽ നിങ്ങൾ തന്നെ പാടണം എന്ന് പറഞ്ഞ് അങ്ങനെ അവർ തമ്മിൽ തർക്കമായി. സിബില്ലേച്ചിയും ഫസീലത്തയും. ലാസ്റ്റ് സിബില്ലേച്ചി ഒരു പാട്ട് പാടി തുടങ്ങി. അന്നിനോട് ചോദിച്ചു എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ, അത് തന്നെ പാടാം. എനിക്ക് മനസ്സകമിൽ മുഹബത്ത് പെരുത്ത് ഭയങ്കര ഇഷ്ടമാണ് ഫസീലത്ത പാടുമ്പോൾ ആ പാട്ട്. അത് പാടി. പിന്നെ അവസാനം ഒരു പ്രോഗ്രാം ഫിക്സ് ചെയ്യാൻ വേണ്ടി ഞാൻ ഫസീലത്താനെ വിളിച്ച് ഓക്കെ നമുക്ക് ചെയ്യാം, തിരുവനന്തപുരത്തായിരുന്നു. പക്ഷെ അത് ചെയ്യാൻ പിന്നെ ഫസീലത്ത ഉണ്ടായില്ല. പിന്നെ പോകുന്ന മരണം കേൾക്കുന്നത്. അപ്പോൾ കുട്ടികളെ ഓർക്കട്ടെ, ഇനി അവരുടെ എങ്ങനെ നമ്മളെ വേർപെട്ട് പോയവരുടെ ഒക്കെ പാട്ടുകാരാകുമ്പോൾ അവരുടെ പാട്ടുകളിലൂടെയല്ലേ അവരെ നമ്മൾ ഓർക്കുക. ഒരു തലമുറ, ഇനി ഇവരുടെയും അടുത്ത തലമുറ, ഇവരെന്നെ ചെറിയ കുട്ടികൾ, ഇവരുടെ അടുത്ത തലമുറയും ഈ പാട്ട് കേട്ട് ഇവരിലൂടെ കേട്ട് നമ്മളിലൂടെ കേട്ട് പാടുമ്പോൾ അവരൊന്നും സ്മരിക്കും. ഇത്തരം പാട്ടുകൾ തന്നെ ഈ പിന്നെ ജനമനസ്സുകളിൽ ഇടം പിടിക്കുകയുള്ളൂ. അപ്പം മറ്റുള്ള മാറ്റപ്പാട്ടുകളെ തള്ളിപ്പറയല്ല, ഒരു മഴ വരുന്ന പോലെ മഴ പെയ്ത് തോർന്ന് അങ്ങ് പോയി. പക്ഷേ ഇവരൊക്കെ പാടിയതും പണ്ടുള്ള ആളുകൾ എഴുതിയമായ പാട്ടുകളാണ് ഇന്നും നമ്മുടെ കുട്ടികൾ പാടുന്നത്. അതെ, അതിൻ്റെ വരികൾ, പിടിക്കയുടെ വരികളും അതിൻ്റെ ട്യൂണെന്ന് പറയുമ്പോൾ മാപ്പിളപ്പാട്ടിൻ്റെ ഒരു സംസ്കാരത്തിൽ ഇങ്ങനെ കിടക്കുന്ന ട്യൂണുകളാണ്. അതിൽ നിന്ന് പുറത്തു പോകുന്ന ട്യൂണുകളുണ്ടല്ലോ മാപ്പിളപ്പാട്ടുകളിൽ. അത് നമ്മൾ മാപ്പിളപ്പാട്ടായിട്ട് പലപ്പോഴും അംഗീകരിക്കില്ല. പക്ഷേ ഇത് അതിൻ്റെ നല്ല ട്യൂണാണ്, എന്നാൽ അതിൻ്റെ കൾച്ചറിൽ കൃത്യമായി ഒതുങ്ങി നിന്നുകൊണ്ടുള്ള പാട്ട്, താളഘടനയും അതിന് പണ്ട് കൊടുത്ത മ്യൂസിക്കും എല്ലാം അല്ലേ. അങ്ങനെ ആ പാട്ടുകളൊക്കെ നമ്മളിൽ നിന്ന് ഇങ്ങനെ നിൽക്കുകയാണ് കേൾക്കാൻ. തരത്തിലുള്ള നല്ലൊരു പാട്ട്.
മലനാട്ടിൽ ഇസ്ലാമിൻ സന്ദേശവും പകുത്ത് മതസൗഹാർദ്ദത്താൽ ഇന്ന് കൈകൾ കോർത്ത് പിടിത്ത് മതവിത്ത് മുളപ്പിക്കാൻ അനുവാദം കൊടുത്ത് മലനാട്ടിൽ ഇസ്ലാമിൻ സന്ദേശവും പകുത്ത് മതസൗഹാർദ്ദത്താൽ ഇന്ന് കൈകൾ കോർത്ത് പിടിത്ത് അണിയായി നീങ്ങും സന്തോഷം പൊങ്ങി പണ്ട് പണ്ടേ പായ കപ്പല് കയറിക്കൊണ്ടേ ഇവിടമിടണഞ്ഞല്ലോ മാലിക്ക് ദീനാറും കൂട്ടരും സന്ദേശം കൊണ്ടേ ഇസ്ലാമിൽ സന്ദേശം കൊണ്ടേ അറബിതൻ പരിഷ്കാരം ഇവിടമിൽ വളർന്നു അറബിയും നമ്മളൊത്ത് ഹൃദയങ്ങൾ പുണർന്നു അണിയായി മണ്ണിലെങ്ങും ഇസ്ലാമിൽ ഉയർന്നു അറബിതൻ പരിഷ്കാരം ഇവിടമിൽ വളർന്നു അറബിയും നമ്മളൊത്ത് ഹൃദയങ്ങൾ പുണർന്നു അണിയായി മണ്ണിലെങ്ങും ഇസ്ലാമിൽ ഉയർന്നു പടർന്ന് കേറി കൽവിൽ തമസ് മാറി പണ്ട് പണ്ടേ പായ കപ്പല് കയറിക്കൊണ്ടേ ഇവിടമിടണഞ്ഞല്ലോ മാലിക്ക് ദീനാറും കൂട്ടരും സന്ദേശം കൊണ്ടേ ഇസ്ലാമിൽ സന്ദേശം കൊണ്ടേ പണ്ട് പണ്ടേ പായ കപ്പല് കയറിക്കൊണ്ടേ ഇവിടമിടണഞ്ഞല്ലോ മാലിക്ക് ദീനാറും കൂട്ടരും സന്ദേശം കൊണ്ടേ ഇസ്ലാമിൽ സന്ദേശം കൊണ്ടേ അടുത്തതായിട്ട് നമ്മൾ കേൾക്കാൻ പോകുന്നൊരു പാട്ട് എത്ര കേട്ടാലും മതി വരാത്തൊരു പാട്ടാണ് അലിയാരെ കല്യാണം. ബാവുക്കേട് അല്ലേ, നാടകഗാനമാണ്. ആണോ? ആ, നമ്മൾ സാധാരണ മാപ്പിളപ്പാട്ട് ഒരു പുറത്തിറങ്ങിയ മാപ്പിളപ്പാട്ടാണെന്ന് നമ്മളൊക്കെ ധരിച്ചു വെച്ചിട്ടുള്ളത്. കുട്ടികളും അങ്ങനെയാണ് തോന്നണം മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് പല കുട്ടികളും. മരുപ്പച്ച മരുപ്പച്ച നാടകത്തിൽ പി എ കാസിംക ഒരുപാട് വരികൾ എഴുതിയിട്ടുണ്ടല്ലോ. ഇല്ലാ ദുനിയാവിൽ ഹയർ ചെയ്യും പൂമാൻ പിടിച്ച വരികളാ. ഇല്ലാ ദുനിയാവിൽ ഖൈർ ചെയ്യും പൂമാൻ ഇല്ല കണ്ണുനീർ തുടയ്ക്കുന്നൊരിൻസാൻ ഇല്ല യത്തീമിനെ പോറ്റുന്ന മുസൽമാൻ അല്ലാഹുവേ ഇത് വല്ലാത്തൊരു സമാനില്ല ദുനിയാവിൽ ഖൈർ ചെയ്യും പൂമാൻ ഇല്ല കണ്ണുനീർ തുടയ്ക്കുന്നൊരിൻസാൻ. ഇതിനോടൊപ്പം മനസ്സൊന്നും മായാതെ നിൽക്കുന്ന ഒരു സംഗീതം. എന്താ പാടി വെച്ചത് ഉസ്താദ്. ഉസ്താദ് എന്ന് പറയുമ്പോൾ ഒറ്റ ഉസ്താദേ ഉള്ളൂ നമുക്കങ്ങനെ പറയാൻ. ബാബുക്കാത് എവിടെയാ തൊട്ട് പാടിയത്? അതിൻ്റെ അനുപല്ലവിയൊക്കെ ഈ പാട്ടിൻ്റെ പാടിയത്. അലിയാരെ കല്യാണവും ബാബുക്കയാണ് പാടിയത്. ഇല്ലാ ദുനിയാവിലും ബാബുക്കയാണ് പാടിയത്. നാടകഗാനമായതുകൊണ്ട് പിന്നെ പലരെയും തിരഞ്ഞു പോകാനൊന്നും അന്നത്തെ നാടകം നമ്മളൊന്നും മനസ്സിൽ കാണുക കാലഘട്ടം അല്ലേ. അപ്പോൾ വരികൾ കയ്യിൽ കിട്ടുന്നു, ട്യൂണ് കൊടുക്കുന്നു. ഏതെങ്കിലും ഒരു സൗണ്ട് സിസ്റ്റത്തിൻ്റെ ബലത്തിലാണ് അന്ന് നാടകഗാനങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തെടുക്കുക. അന്ന് മലബാറിൽ സ്റ്റുഡിയോ ഒന്നും ഇല്ലല്ലോ. തെക്കും സ്റ്റുഡിയോ ഇല്ല, വടക്കും സ്റ്റുഡിയോ ഇല്ലാത്ത കാലഘട്ടത്തിൽ പിന്നെ മദ്രാസിയിലേക്ക് പോകണം. അപ്പോൾ ഇവിടെ വെച്ചൊക്കെ റെക്കോർഡ് ചെയ്തെടുക്കുന്ന ഒരു കാലമായിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നിലമ്പൂരൊക്കെ അങ്ങനെ ഒരുപാട് റെക്കോർഡിങ് EKIMO കേട്ടില്ലേ, നാടകത്തിൻ്റെ പിന്നണി നിലമ്പൂർ ബാലേട്ടൻ്റെ നിലമ്പൂർ ആയിഷത്തയുടെ ഒക്കെ കൂടെ പ്രവർത്തിച്ചത്. അവരുടെയൊക്കെ അന്ന് സൗണ്ട് സിസ്റ്റം വെച്ച് റെക്കോർഡ് ചെയ്യുന്ന ഒരു രീതി, ഒരു ഹോൾ എടുത്തിട്ട് അങ്ങനെ റെക്കോർഡ് ചെയ്താണെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അലിയാരെ കല്യാണം കാസിംകയുടെ വരികളും ബാബുക്കയുടെ ഈണവും ബാബുക്കയുടെ ആലാപനവുമാണ് അല്ലേ. അസാധ്യമായ വരികളെ കുട്ടികൾ പാടാൻ പ്രയാസപ്പെടുന്ന. ഞാനിപ്പോഴും ഓർക്കുന്നത് മാർക്കോസേട്ടൻ അത് ലൈവ് എടുത്ത് പാടിയപ്പോൾ ട്രാക്ക് ഞാനാണ് പാടിയത്. കോഴിക്കോട് പല്ലവി സ്റ്റുഡിയോ, MK മുനീർക്കയുടെ വീട്ടിൻ്റെ മുന്നിലുള്ള സ്റ്റുഡിയോ വന്ന കാലം, അതുവരെ എറണാകുളത്തായിരുന്നു റെക്കോർഡിങ്. പല്ലവി വന്ന സമയം, പല്ലവിയിൽ അന്ന് രാമേട്ടൻ വന്ന് സൗണ്ട് എഞ്ചിനീയറായിട്ട് ചാർജ് എടുത്ത് പല്ലവി തുടങ്ങിയിട്ടേ ഉള്ളൂ. അവിടുത്തെ രണ്ടാമത്തെ റെക്കോർഡിങ്ങോ മറ്റുമായിരുന്നു മാർക്കോസേട്ടനും സിബിലേച്ചിക്കും വേണ്ടി ഈ പാട്ടുകളുടേത്. അതിൽ ഞാൻ അലിയാരെ കല്യാണം ട്രാക്ക് പാടി വെച്ചത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. മാർക്കോസേട്ടൻ കേട്ടിട്ട് ചോദിച്ചത് എറണാകുളത്ത് നിന്ന്, അദ്ദേഹം അവിടുന്ന് മാറ്റി പാടുന്നത്.
ആരുടെ ശബ്ദമാണെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ശബ്ദം അദ്ദേഹത്തിന് പരിചിതമായി. എന്താ കാരണം? ചരണത്തിലൊരു തള്ളിപ്പാടുന്ന ഒരു ഭാഗമില്ലേ? ആ ഉണ്ട് 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 ഉണ്ട്. പൊന്നിലസില്ല പൊന്നിന്നരഞ്ഞാണില്ല, മിന്നുന്ന നെറ്റിപ്പട്ടം ബീവിക്കുന്നില്ല, മൊഞ്ചുള്ള ബീവിക്കെന്തിന് വീരാങ്ങല, കാഞ്ചന കുടമല്ലോ ഫാത്തിമ സുഹറ, ഫാത്തിമ സുഹറ. സാധ്യപ്പാട്ടാ സാധിച്ചു. ഒരു സിനിമാ പാട്ടിൻ്റെ ബാബുക്ക് ചെയ്താൽ പറയണ്ടല്ലോ അതെവിടെയൊക്കെ തൊടുവെന്ന് അല്ലേ. ഇത്ര മനോഹരമായ പാട്ടാണ്. പക്ഷെ അതിൻ്റെയൊക്കെ ട്രാക്ക് പാടാൻ കഴിഞ്ഞെന്ന് പറഞ്ഞതൊക്കെ നിങ്ങളെ സംബന്ധിച്ച് വളരെയധികം. ഞാൻ പറഞ്ഞത് മാർക്കോസേട്ടൻ രണ്ടാമത് പാടിയപ്പോൾ അല്ല, അങ്ങനെ തന്നെ മനസ്സിലാക്കിയിട്ടുള്ളൂ എന്ന് മനസ്സിലായി. മാർക്കോസേട്ടൻ അത് രണ്ടാമത് എടുത്ത് പാടിയപ്പോൾ, ലൈവ് പാടിയപ്പോൾ, ആ സമയത്ത് അതിൻ്റെ ട്രാക്ക് കാസറ്റിന് വേണ്ടി ഔക്കുബായിയാണ് കണ്ടക്ട് ചെയ്തത്. ബാപ്പുക്ക പാട്ടുകളെ കളക്ട് ചെയ്തൊരു വർക്ക്, പുതുമ എന്നായിരുന്നു ആ വർക്കിൻ്റെ പേര്. പുതുമ ആ കാസറ്റിൻ്റെ പേര് നല്ലോണം വിറ്റുപോയതാണ്. അതിൽ ഇല്ലാ ദുനിയാവിൽ, അലിയാര കല്യാണം, സുബിലേച്ചിയുടെ കുറേ പാട്ടുകൾ, പണ്ട് വന്ന പാട്ടുകൾ, ആ പാടിയ ഒരു ഭാഗ്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. എന്നാലും അത് പാടാൻ പറ്റും. അതൊരു ഭാഗ്യം. തീർച്ചയായും. അപ്പോൾ പിന്നെ ആ പാട്ട് കേൾക്കാം. അലിയാരെ
ഒരുപാട് നല്ല ഗാനങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ടൊരു മനോഹരമായ ഒരു ഒപ്പനപ്പാട്ടാണ്, കല്യാണപ്പാട്ട്. ഒരു കല്യാണപ്പാട്ട്. ഇപ്പോൾ സാധാരണ നമ്മൾ ഇപ്പോൾ ഒരു ഓർഡറിൽ ഇങ്ങനെ കുട്ടികൾ പാടി വരികയാണ്. ഒരു സ്റ്റേജ് പരിപാടിയാണെങ്കിൽ ഒരു അടിപൊളി കല്യാണപ്പാട്ടൊക്കെ പാടിയിട്ടാണല്ലോ പണ്ടും ഇപ്പോഴും നിർത്തുക. പണ്ട് പാടിയിരുന്നത് ഒരു ശൈലിയിലായിരുന്നു, ഇന്ന് വേറൊരു ശൈലിയിൽ പാടുന്നു. പക്ഷെ കുറേ കല്യാണപ്പാട്ടുകൾ അതിലുണ്ടായിരിക്കും. അതുപോലെ ചേലത്തെളിവിളി അല്ലേ, തലശ്ശേരി എ ഉമ്മർക്കെ ഓർക്കുകയാണ് നമ്മൾ ഈ പാട്ടിൻ്റെ വേളയിൽ. അദ്ദേഹമാണ് ഇത് നമ്മൾക്ക് തന്ന പാട്ടുകാരൻ. സാധാരണ കെ എസ് മുഹമ്മദ് കുട്ടിക്കയോ വി എം കുട്ടി മാഷയോ എ വി കെയോ എം പി ഉമ്മർ കുട്ടിക്ക, കെ ടി മുഹമ്മദ് കുട്ടിക്ക, കെ ജി സത്താർക്ക, ഇവരെയൊക്കെ ഓർക്കുന്ന അത്രയും പേരോടുകൂടി സാധാരണക്കാർ ഓർക്കാത്തൊരു പേരാണ്. പക്ഷെ പാടിയ രണ്ട് പാട്ടുകളും വളരെ പ്രശസ്തമാണ്. ഒരു റെക്കോർഡിൻ്റെ ചെറിയ റെക്കോർഡുകളുണ്ട്, അന്ന് വലിയ റെക്കോർഡുകളുണ്ട്. വലിയ റെക്കോർഡിൽ 4 പാട്ടുണ്ടാവും പണ്ട്. ചെറിയ റെക്കോർഡിൽ ഈ സൈഡ് ഒന്നും ആ സൈഡ് ഒന്നും 2 പാട്ടുകളുണ്ടാവുക. അതിങ്ങനെ റെക്കോർഡ് പ്ലെയറിൽ ഈ പ്ലേ ചെയ്യുന്നവർ ഒരു പാട്ട് കഴിഞ്ഞാൽ സൂചി എടുത്ത് പുറം വെച്ചിട്ട് അത് മറിച്ച് വെച്ച് പിന്നെ ചാവി കൊടുത്തിട്ട് തിരിച്ചൊരു വെപ്പാണ്. അതൊക്കെ ആ കാലഘട്ടത്തിൽ റെക്കോർഡ് പാടിക്കുന്നതൊക്കെ കാണാൻ ഭയങ്കര ഹരമാണ്. അപ്പോൾ അതിൻ്റെ 2 ഭാഗത്തുള്ള പാട്ടുകൾ, ഒന്ന് കുടമുല്ലച്ചിരിയുള്ള കുയിലിൻ്റെ സ്വരമുള്ള, രണ്ടും ഫേമസ് ആയിട്ടുള്ള പാട്ടുകൾ, എ ഉമ്മർക്കയും തലശ്ശേരി എ ഉമ്മർക്കയും ഫൗസിയയും NP ഫൗസിയയും, നമ്മളെ ഇപ്പോഴത്തെ പോപ്പുലറായ ആരാലും മനസ്സിൽ നിന്ന് ഒരിക്കലും മറക്കുവാൻ ഒറിജിനലായിട്ട് പാടിയ പാട്ടുകാരി NP ഫൗസിയ. 75, 76, 77 കാലഘട്ടം ഞാൻ പറയുന്നത് കേട്ടോ. അന്ന് ഫൗസിയ പാടി ഹിറ്റാക്കി റെക്കോർഡും ചെയ്തു. ആ പാട്ട് പാടിയ ആൾ ആണ് ഫൗസിയ. ഫൗസിയാണ് കുടമുല്ലച്ചിരിയിൽ ഉമ്മർക്കയുടെ കൂടെ പാടിയത്, എ ഉമ്മർക്കയുടെ കൂടെ. ആ റെക്കോർഡിൻ്റെ മറുഭാഗത്തുള്ള പാട്ടാണ് ഇപ്പോൾ നമ്മൾ പാടുന്നത്, ചേലത്തെളിവിളി മണിമാലയണിഞ്ഞിട്ട്. അപ്പോൾ ഈ വേളയിൽ ഉമ്മർക്കയെ അറിയാത്തവർക്ക് പോലും, ഇത് കാണുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് ഉമ്മർക്കയെ എ ഉമ്മർക്കയെ, പലരും MP ഉമ്മർ കുട്ടിക്ക് ഉമ്മർക്ക എന്ന് പറയുമ്പോൾ MP ഉമ്മർ കുട്ടിക്ക് എ ഉമ്മർക്ക എന്നാണ് പറയാം വിളിക്കുന്നത്. ഇത് തലശ്ശേരി എ ഉമ്മർ. അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനായിരുന്നു, കൂലിപ്പണി ചെയ്ത് ജീവിച്ചിരുന്നൊരു സാധാരണക്കാരൻ. വൈകുന്നേരങ്ങളിൽ മൂസക്കയും ഉമ്മർകുട്ടിക്കയും എല്ലാവരും കൂടുന്ന സലാം പുഷ്പഗിരി അറിയില്ലേ, കേട്ടിട്ടുണ്ട്. ഇവരൊക്കെ കൂടുന്ന ക്ലബിൽ അവിടെ ആയിരുന്നു ഇത്ര രാഘവൻ മാസ്റ്റർ സ്ഥിരമായി വന്നിരുന്നത്. രാഘവ മാഷ് ആ ക്ലബിൽ നിന്നാണ് എ ഉമ്മർക്കയെയും മൂസക്കയെയും ഒക്കെ ARലേക്ക് പാടണമെന്ന് പറഞ്ഞ് ക്ഷണിച്ചു കൊണ്ടുപോകുന്നത്. ഇവരുടെ ഒരു ക്ലബ്ബ്, തലശ്ശേരിയിലെ ഒരു പ്രധാനപ്പെട്ട ക്ലബ്ബ്, അവിടെ സ്ഥിരമായി വന്ന് വൈകുന്നേരങ്ങളിൽ പാടിയിരുന്ന ഒരു സാധാരണ മനുഷ്യൻ. പക്ഷെ പാടിവെച്ച 2 പാട്ടും ഇന്നും ഈ തലമുറ ഇങ്ങനെ കല്യാണ വീടുകളിലൊക്കെ ഏറ്റു പാടിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ലാത്തൊരു കല്യാണം, ഒരു സ്റ്റേജ് പ്രോഗ്രാമോ ഇല്ല. ഒരു ചെയിനിലെങ്കിലും ചേർത്ത് പാടും അല്ലേ, മെഡലിയിൽ ചേർത്തെങ്കിലും പാടും. അപ്പോൾ ഈ പാട്ട് പാടി നല്ല രസകരമായിട്ട് കുട്ടികളെ അവസാനിപ്പിക്കട്ടെ അല്ലേ.